ഗാനമാ ജെയിംസ് മണി? മുമ്പ് പാടിയ പാട്ട്. ഓ, പണ്ട് ഞാൻ ക്രിസ്മസിന് പാടിയ ഗാനം. അതെ അതെ. സന്തോഷമേ സന്തോഷമേ ലോകജാതികൾക്കെല്ലാം യേശുനാഥൻ ജനിച്ചു ബേത്ലഹേം പുൽക്കൂട്ടിൽ. സന്തോഷമേ സന്തോഷമേ ലോകജാതികൾക്കെല്ലാം യേശുനാഥൻ ജനിച്ചു ബേത്ലഹേം പുൽക്കൂട്ടിൽ. മതി മതി, മുഴുവൻ പാടി തീർക്കണ്ട. അയ്യോ, മുഴുവൻ തീർക്കണ്ട. ബാക്കി നമുക്ക് അടുത്ത ക്രിസ്മസിന് പാടാം. അത് നേരാ. ബാൻഡ് വാദ്യം ഉണ്ടെങ്കിലേ അതിനൊരു മേളമാണ്. ബാൻഡ് വാദ്യം ഉണ്ടെങ്കിലേ അതനുസരിച്ച് പാപ്പച്ചിങ്ങനെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. എന്ത് പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഏത് സാധനത്തിനും ഇല്ലാത്ത പിടി ഉണ്ടാക്കി കൊടുക്കുന്നവരാ പെണ്ണുങ്ങള്. ദേവയമ്മയ്ക്ക് പിടിയിട്ടില്ല, പിന്നെ ഇങ്ങനെ പിടിയിട്ടുന്നത്. ഏതായാലും ലക്ഷണം നല്ലതാ, ചിരിയാ മുഖത്ത്. നീ നമ്മൾ ചായ കൊണ്ട് കൊടുത്തപ്പം കല്യാണക്കാരും പറഞ്ഞില്ലയോ, അത് ചങ്കിന് കൊണ്ട് കാണും. അയാൾ ആരാ? എന്താ പ്രേമം തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ അഡ്രസ് വാങ്ങിക്കാം. നോൺസെൻസ്. കുറച്ചു ദിവസമായി ഞാൻ എവിടെ പോയാലും അയാൾ എന്റെ പിന്നാലെ വരുന്നു. മോനെ, നീ പോകുന്നിടത്തല്ല അയാൾ വരുന്നു, അതോ അയാൾ പോകുന്നിടത്തല്ല നീ പിന്നാലെ ചെല്ലുന്നു? കണ്ട ആണുങ്ങളുടെ പിന്നാലെ ചുറ്റാൻ ഞാൻ അത്രക്കാരിയൊന്നുമല്ല. അങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ചുറ്റേണ്ട കാര്യം അദ്ദേഹത്തിനുമില്ല. അദ്ദേഹം വിചാരിച്ചാ നീ അദ്ദേഹം ഇരിക്കുന്നിടത്തിയല്ലോ. അതിന് വേറെ പെണ്ണിനെ നോക്കണം. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്. നീയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാത്തത്. അദ്ദേഹം വെറും ഞാനൂലൊന്നുമല്ല, പണം വിടച്ച് പണം കൊയ്യുന്ന വലിയ എസ്റ്റേറ്റുകളുടെ ഉടമയാണ്. എസ്റ്റേറ്റ് ഓണർ ജെയിംസ്, മൾട്ടി മില്യണർ. മൾട്ടി മില്യണർ? ഇനി എന്ത് വേണം? ജെയിംസും ചോദിച്ചാൽ മതി, അഡ്രസ് ആരും പറഞ്ഞു തരും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. രണ്ടാമത്തെ ഗുഡ് മോർണിംഗ് എനിക്കാണ് സാർ. എന്നോട് സാറ് കൂടുതൽ അടുപ്പം കാണിക്കുന്ന കണ്ട് ഇപ്പൊ എന്നെ കാണുമ്പോ എല്ലാരും എനിക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. സ്റ്റുഡിയോയ്ക്ക് സ്ഥലം നോക്കാൻ പറഞ്ഞിട്ട് കിട്ടിയോ? ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. സാറൊന്ന് വന്ന് കണ്ട് സാറിനോട് ഇഷ്ടപ്പെട്ട ഫിക്സ് ചെയ്യാം. ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്റ്റുഡിയോയ്ക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്റ്റീഫൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫിക്സ് ചെയ്തോളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ തന്നോളാം. സാറിനോടുള്ള എന്റെ കടപ്പാട് ഒരിക്കലും ഞാൻ മറക്കില്ല. നോ മെൻഷൻ പ്ലീസ്. അദ്ദേഹം വെറും ഞാനൂലൊന്നുമല്ല, പണം വിതച്ച് പണം കൊയ്യുന്ന എസ്റ്റേറ്റുകളുടെ ഉടമയാണ്. എസ്റ്റേറ്റ് ഓണർ ജെയിംസ്, മൾട്ടി മില്യണർ. ജെയിംസ്, മിസ്സസ് ജോളി ജെയിംസ്. പപ്പായ കാണുന്നല്ലോ എന്ന് വിചാരിച്ച കാത്തിരിക്കും. പപ്പായ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി വീട്ടിൽ എന്തൊക്കെ കാണുന്നില്ലെന്നാ നോക്കിയത്. നിന്റെ പെട്ടിയിൽ ഒരു 100 രൂപ കുറയും. പക്ഷെ ഞാൻ മോടിച്ചാലോ കേട്ടോ. പിന്നെ പെട്ടി വിഴുങ്ങിയോ? അല്ല, ഞാൻ കട്ടതല്ല എടുത്തതാണെന്ന് പറയായിരുന്നു. പപ്പായ്ക്ക് ചൂതുകളി ഒന്ന് നിർത്താമോ? ഞാൻ അങ്ങനെ ചൂട് കളിക്കുന്നത് എന്റെ മോക്കറിയാവോ? എന്റെ മോക്ക് വേണ്ടിയാ. 100,000 1000 ലക്ഷമാകും എന്റെ മോളെ കെട്ടിക്കൊടുക്കാൻ. മതിയല്ലോ പപ്പ, പല ഒന്ന് കഴിച്ചിട്ട് കിടന്നു ഉറങ്ങും. അതെ, ഇത് പാപ്പത്തിന്റെ വിളിയല്ലേ കേൾക്കുന്നത്? അമ്മ എന്നെ കണ്ട അസുഖമില്ലാതിരിക്കല്ലേ? ഞാൻ തുറക്കാം. കരുനച്ചയിലായിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പാപ്പത്തിന് വെള്ളം തിളപ്പിച്ചോണ്ട് വന്നിരിക്കുന്നു. നമ്മള് മനസ്സിൽ കണ്ടത് പാപ്പത്തിന് എങ്ങനെ അറിഞ്ഞു? എവിടെ നിന്ന് കിട്ടിയപ്പോ കരുനച്ചയില? അയ്യോ, ഞാൻ പേടിച്ചു പോയി. ചത്ത കോഴിയെ കണ്ടപ്പം
ഇത്ര പേടിച്ച സ്ഥിതിക്ക് ലൈഫുള്ള കോഴിക്കണെങ്കിൽ ജീവനാ പോവായിരുന്നല്ലോ. ഇതെന്തിനാ പാപ്പച്ച നേരമില്ലാത്ത നേരത്തെ ഇതും പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന്? ഒന്നും പറയണ്ട എന്റെ ദേവയമ്മ. ദേവയമ്മ ഉണ്ടായിരുന്നപ്പം എനിക്കിതൊന്നും അറിയണ്ടായിരുന്നല്ലോ. കുച്ചിപ്പണി എല്ലാം ദേവയമ്മ നോയിക്കൊള്ളായിരുന്നല്ലോ. ആ ഇപ്പൊ അറിഞ്ഞല്ലോ പെണ്ണിന്റെ വില. അറിഞ്ഞു. ഇത്ര നാളായിട്ടും കോഴിക്കറി വെക്കാൻ പാപ്പച്ച അറിയില്ലായിരുന്നു. പിന്നെ ഈ നളപാചകമാണെന്നൊക്കെ വീമ്പിളക്കുന്നു. നമ്മൾ എന്നെ കൊന്ന് പാചകം ചെയ്യുന്ന കോഴി അരിഞ്ഞ് വലിയ വിഷമല്ലേ. ഇത് അരിച്ചിരിച്ച കോഴിയായതുകൊണ്ട് ആ വേവ് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇപ്പൊ ഇതെന്താണെന്നാ പറയുന്നത്? അതിപ്പോ താഴെ റോഡ് കിടക്കുന്ന പോകണ്ട. ഈ ബാക്കി ഒന്ന് ചെരുപ്പെടുത്തുക. അതിന് എനിക്ക് തീരെ ദേഹസുഖം ഇല്ലല്ലോ പാപ്പച്ച. ദേവയമ്മ വേണ്ടട്ടാ, തെകരി വിചാരിച്ചാ മതി. അണ്ണാൻ കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കണു. പുറകെ കല്യാണമൊക്കെ കഴിച്ചേ അങ്ങനെ പുറത്തു കൂടാൻ പോകുന്ന പെണ്ണല്ലയോ. കോഴിക്കറി ശരിയാക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. കല്യാണക്കാരി ഒന്നും എന്നോട് പറയണ്ട. പിന്നെ കല്യാണം കഴിക്കാതെ സന്യസിക്കാൻ പോകും. ആ അങ്ങനെ ചോദിക്കും പാപ്പച്ച. ആ കുട്ടപ്പൻ എത്ര നാളായിട്ട് കാര്യം മരുന്നും തേച്ച് നടക്കുന്നു. ഈ പെണ്ണൊന്ന് സമ്മതം മൂളണ്ടേ? എന്താ അതിനൊരു ഒരു തടസ്സം? ഇവളെ മാനത്ത് കണ്ണുന്നിട്ട് നടക്കുക. നടക്കാത്ത കാര്യം വിചാരിച്ച് കഴുത്ത് എടുപ്പിക്കാതെ വേണേ. നിങ്ങളുടെ കൊച്ചുവർത്തം ഒന്ന് നിർത്താമോ? ബംഗ്ലാവിൽ അദ്ദേഹം തനിച്ചേ ഉള്ളൂ. ഞാൻ കോഴിക്കറി ശരിപ്പെടുത്തി നാളെ രാവിലെ അങ്ങ് കൊണ്ടുവരാം. പിന്നെ കോഴിക്കറി ആരാ ശരിപ്പെടുത്തിയെന്നുള്ളത് വ്യക്തമായിട്ട് പറയണ്ട. ആ നീ അതടുത്ത അടച്ചു വെക്ക്. ചിക്കൻ അങ്ങനെ കഴിക്കരുത്, ശരീരം ചൂടാവും എന്നാര് പറഞ്ഞു? ശരീരശാസ്ത്രം പറയുന്നു. ചിക്കൻ കഴിക്കാൻ അതനുസരിച്ച് യോഗാഭ്യാസം ചെയ്ത് ശരീരം തണുപ്പിക്കണം. ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ, ഇതിന് അവസാനം സൂക്കേട് വരും. ആരാത്? രജനിയോ? അകത്തേക്ക് വരൂ. വെറുതെ അല്ല ഇന്നത്തെ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചി. രജനിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? വെരി ഗുഡ് പ്രിപ്പറേഷൻ. ഇന്നെന്താ ദേവകിയമ്മ വരാഞ്ഞത്? അമ്മയ്ക്ക് നല്ല തലവേദനയാ, എന്നിട്ടും വരാൻ തുടങ്ങിയതാ. ഞാനാ പിടിച്ചു കിടത്തിയത്. ഭാഗ്യം ചെയ്തവർ. നല്ല അമ്മ, നല്ല മകൻ. നല്ല അമ്മ, നല്ല മകൻ. മാനത്ത് നോക്കി നടക്കില്ലേ മോളെ. കല്ലിലോ വേരിലോ കാല് തട്ടി താഴെ വീഴും. നമുക്കിഷ്ടമുള്ള വസ്തു മാനത്തായിരിക്കുന്നെങ്കിലോ അതിനോട് ഇഷ്ടം തോന്നരുത്, അത്ര തന്നെ. മണ്ണി നോക്കി നടന്നാ മതി. ഇക്കാലത്തെ ചെറുപ്പക്കാർ കല്യാണത്തിന് ശേഷമാണ് ഗുരുജനങ്ങളെ വിവരം അറിയിക്കുന്നത്. നീ ഈ കാര്യം എന്നോട് ആലോചിക്കാൻ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഫാദർ, എന്റെ പപ്പ എനിക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തിന് കണക്കും കഴിയുമില്ല. നീ ഭാഗ്യവാനാണ്. അതിലും വലിയ ഭാഗ്യം അങ്ങേ എന്റെ രക്ഷകർത്താവായി പപ്പ നിശ്ചയിച്ചതാണ്. ഇന്ന് ഞാനായിരിക്കുന്നത് അങ്ങയുടെ ഉപദേശം കേട്ട് വളർന്നതുകൊണ്ടാണ്. നിനക്ക് എന്നും നന്മ തന്നെ ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് വിവാഹം. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ നീ തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്താണ് ഫാദർ? ജെയിംസുമായി ബന്ധപ്പെടാനുള്ള യോഗ്യത അവളുടെ കുടുംബത്തിനില്ല. അവളൊരു സാധാരണ പെൺകുട്ടിയല്ലേ. അവൾക്ക് സ്വത്തില്ലെങ്കിൽ എന്താ ഫാദർ? എനിക്ക് ധാരാളമുണ്ടല്ലോ. ഞാൻ നിനക്കൊരു വിലങ്ങുതടിയായിരിക്കേയില്ല. ആ അതാ മത്തായി വന്നല്ലോ, ഞാൻ സംസാരിക്കാം. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എല്ലാവരും എന്നെ പറ്റി പറയുന്നു വെറുതെ പറയാണോ അച്ചോ? ഞാനിപ്പോ ചൂതേ കളിക്കാറില്ല. ഞാൻ മത്തായിയെ വിളിപ്പിച്ചത് ഒരു നല്ല കാര്യം അറിയിക്കാനാണ്. എന്താണ് അച്ചോ? നിന്റെ മകൾ ജോളിയെ ജെയിംസ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ അഭിപ്രായം? മൈ ഹംബിൾ പ്രസന്റ്. ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷത്തിന് അനശ്വരത്വം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സമ്മാനമെന്ന് എനിക്ക് തോന്നി. ഇത് സ്റ്റീഫൻ വരച്ച ചിത്രമാണെന്നേ തോന്നുന്നത്. ഞാൻ വരച്ചു തന്നെയാണ്. ജോളി, നീ പറയും, ഇത് നമ്മൾ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്ത മാതിരിയല്ലേ? ഞാനിപ്പോ വരാം.
സത്യത്തിൽ സജീവമായിരിക്കുന്നു. മാർവലസ്. ഓ, അത്ര വലിയ പ്രശംസയ്ക്കൊന്നും ഞാൻ അർഹനല്ല. അതെന്താ? നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നോ മാഡം, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഒരു അംശം പോലും വർണ്ണങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ? കാണുന്നവരുടെ മനസ്സിൽ ചൂണ്ടയെറിഞ്ഞ് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള കാന്തശക്തി നിങ്ങളുടെ കണ്ണുകൾക്കുണ്ട്. മിസ്റ്റർ ജെയിംസ് ഭാഗ്യവാനാണ്. ഇതാ ഈ ചെക്ക് വെച്ചോളൂ. പ്രതിഫലത്തിന് വേണ്ടിയല്ല ഞാൻ ഈ ചിത്രം വരച്ചത്. ഇത് ഒരു പ്രോത്സാഹനമായിട്ട് കരുതിയാൽ മതി. എന്റെ കടം വളരുകയാണ്. കടമോ? എന്ത് കടം? ഞാൻ നിങ്ങൾക്ക് ഒരു രൂപ പോലും കടമായിട്ട് തന്നിട്ടില്ലല്ലോ. ഈ മഹാമനസ്കതയ്ക്ക് ഞാൻ എന്താ പകരം ചെയ്യേണ്ടത്? എനിക്ക് നിങ്ങളുടെ സൗഹൃദം മാത്രം മതി. നിങ്ങളൊരു വലിയ കലാകാരനാണ്. ഈ ചായക്ക് ഒരു രുചിയുമില്ലല്ലോ. ജെയിംസ് മോന്റെ രുചി അനുസരിച്ചാ ചായ ഉണ്ടാക്കിയത്. ജോളിക്കുഞ്ഞിന്റെ രുചി എന്താണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചായ ഉണ്ടാക്കി തരാം. നിങ്ങൾ അധികം സംസാരിക്കണ്ട. വേലക്കാർ നിൽക്കേണ്ട അടുത്ത് നിൽക്കാവൂ. ജെയിംസ് മോൻ 8 വയസ്സുള്ളപ്പോൾ ഞാൻ ഇവിടെ വന്നതാ. കൊല്ലം 20 കഴിഞ്ഞു. 20. അവരുടെ ഒരു സർവീസ്. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് വേണം ചായ ഉണ്ടാക്കാൻ പഠിക്കാൻ, ചായയുടെ രുചി പഠിക്കാൻ. വന്നു കയറിയിട്ട് അധിക ദിവസമായില്ല. ഇനി കണ്ടപ്പോഴേ തോന്നി നമ്മളെ പല വിദ്യകളും പഠിപ്പിക്കും. ഈ നെക്ലസ് കണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എനിക്ക് ചേരുന്നുണ്ടോന്ന്? നല്ല രൂപം, നല്ല ആഭരണം, തീർച്ചയായിട്ടും ചേരും. എന്താ പിണങ്ങിയും? ആരാധന ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് ഞാൻ. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. മിസ്റ്റർ സ്റ്റീഫനെ സ്റ്റുഡിയോയിൽ കണ്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. എന്റെ സായാഹ്നങ്ങൾ ഞാൻ ഇവിടെയാ ചെലവഴിക്കാറ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്റെ ക്യാരക്ടർ സ്റ്റഡീസിന് എന്നെ സഹായിക്കാറുണ്ട്. വെരി ഗുഡ്. എന്റെ സ്നേഹിതൻ സ്റ്റീഫൻ അന്തർദേശീയ അവാർഡുകൾ വാരിക്കൂട്ടണം.
വിശ്വവിഖ്യാതനാകണം. അതാണ് എന്റെ ആഗ്രഹം. ആർക്കും കരസ്ഥമാക്കാൻ കഴിയാത്ത അമൂല്യമായ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിരിക്കുന്നു. എന്താണത്? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഓ, ഇന്നും ആ സ്റ്റീഫന് പണം കൊടുത്തു അല്ലേ? ഓ, വെറും 1000 രൂപ. വെറും 1000? എനിക്ക് ശമ്പളം അത്രയും ഉണ്ടായിരുന്നില്ല, അറിയാമോ? എന്തിനാ എപ്പോഴെപ്പോഴും ആ മനുഷ്യനിങ്ങനെ പണം കൊടുക്കുന്നത്? സ്റ്റീഫൻ ഒരു നല്ല കലാകാരനാണ്, നല്ല സ്നേഹിതനാണ്. എത്ര നല്ല ചിത്രങ്ങളാണ് അയാൾ വരയ്ക്കുന്നത്. നല്ല കല ആസ്വദിക്കാനുള്ള കഴിവ് എന്താ ചോദിക്കൂ? ഒന്നുമില്ല. നല്ല കല ആസ്വദിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോന്നല്ലേ നീ ചോദിക്കാൻ പോയത്? ഉണ്ട്. എന്നിട്ടാണോ ഞാൻ എത്രയൊക്കെ ഒരുങ്ങിയാലും ഒരക്ഷരം പോലും പറയാത്ത? നീ എന്റെ ഭാര്യയെ, അതായത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം. എന്നെ ഞാൻ എന്തിനാ പോറ്റുന്നത്? സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ, മൗനമകരന്തം വിളമ്പും മധുര സ്വപ്നശതങ്ങളെ. സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. ശിഥിലരേഖകൾ എഴുതിയൊഴുകും ശിശിര ചന്ദ്രിക വിളിച്ചു, കുളിരിൽ മുങ്ങിയ തെന്നലിൻ ഒരു കവിത നിങ്ങളെ തഴുകിയോ? ആദ്യമുറക്കി പിന്നെയുണർത്തും രജനി മന്ത്രവാദിനി. സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. മൃദുല പല്ലവദനം നുകർന്നൊരു കുരുവി പാടിയ പല്ലവി, എഴുതി വാങ്ങിയ ചില്ലകൾ സ്വരമറിയുവാൻ കൊതി പൂണ്ടു. മതം വളർത്തി മറഞ്ഞു പോകും രജനി രാഗവിലാസിനി. സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ, മൗനമകരന്തം വിളമ്പും മധുര സ്വപ്നശതങ്ങളെ. സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ.
എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ കാര്യം? ഭാര്യയും കുഞ്ഞുമായി കളിച്ച് ചിരിച്ച് നടക്കുന്നത് ഈ സ്റ്റീവൻ എന്താ കാര്യം? ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ, എവിടെ വേണമെങ്കിലും വരാൻ പോവാം. അദ്ദേഹത്തിന് അതിനൊന്നും ഒരു അഹിതവുമില്ല. ജെയിംസ് ബോണ്ട് അഹിതമില്ലെങ്കിലും ആൾക്ക് കണ്ടതൊക്കെ വലിയേറിച്ചല്ലാമോ? ഭാഗവതി ഉത്തരവ്. എനിക്ക് ആ സ്റ്റീഫനെ കണ്ടപ്പോഴേ പിടിച്ചില്ല. പിന്നെ എനിക്കോ? കളിക്കാൻ പോകാം. അവിടെ ഒരു നിലാവും കളി വന്നിരുന്നു ഉറങ്ങുക. അവളെ വിട്ടു ചാടി. ലാളിച്ച് ലാളിച്ച് വഷളാക്കിക്കോ. ഊട്ടാം പപ്പ, ഉറക്കാൻ പപ്പ. പപ്പയുടെ ഒരു പുന്നാര മോള്. എന്തിനാ അവളിങ്ങനെ വഴക്ക് പറയുന്നത്? നിലാവിൽ കളിക്കാൻ ഏത് കുട്ടിയാ ഇഷ്ടപ്പെടാത്തത്? നിലാവിൽ കളിക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല ഇഷ്ടം. ജോളിയും വരൂ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. സ്വീറ്റ് ജനിക്കുന്നതിന് മുമ്പേ നിലാവിലൊന്നും കല്ലപ്പിച്ചിട്ടില്ല, പിന്നല്ലേ ഇപ്പൊ. അതെന്താ പപ്പ, ഞാൻ ജനിക്കുന്ന മുന്നേ ആകാശ നിലയല്ലേ? നീ ജനിച്ചതിന് ശേഷമാണ് മോളെ ആകാശ നിലാവില്ലാകുന്നത്. നിലാവ് നിന്നോടൊപ്പം ഈ വീട്ടിലേക്ക് പോകുന്നു. അത് മോളുടെ മുഖം. അപ്പ അത് ഏത് മോളെ? ഇങ്ങനെ ആകുന്നത്. ഓ, അത് മോളുടെ കണ്ണുകൾ. ആ, ഇനി മോക്ക് ഡാഡി ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് പണ്ട് ഒരു രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. എത്ര? അങ്ങനെ രാജാവ് പളപളാന്ന് മിന്നുന്ന വാളുമായിട്ട് വന്നപ്പോ ഓഹോ, മോൾ ഉറങ്ങിപ്പോയി. ഹലോ, ജെയിംസ് ഹിയർ. എന്ത് കേൾക്കാവോ? ആ, കണക്ക്. ആ, യെസ്, ജെയിംസ് ബോണ്ട്. എന്ത്? ഫാദർ ഗബ്രിയൽ മരണശൈലിയാണെന്നോ? ഞാൻ ഉള്ള ഡോക്ടർ. ജോളി, ജോളി എന്നൊക്കെ എന്താണിത്? മണി 6 പോലും അതിൽ കിടന്ന് ഉറങ്ങും. എനിക്ക് ഉടനെ ഒരു യാത്ര പോകണം. ഞാൻ ടെലിഫോൺ സംസാരിച്ച് നീ കേട്ടില്ലേ? ഓ, എല്ലാം കേട്ടു. ഒരു ടെലിഫോൺ. നിനക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഫാദർ ഗബ്രിയേൽ വളരെ സീരിയസ് കണ്ടീഷനിലാണ്. ഏത് സമയവും മരിക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്. ജെയിംസ് പോയാൽ അദ്ദേഹം മരിക്കാതിരിക്കുന്നു. ജോളി, നിനക്കറിഞ്ഞുകൂടാ, ഫാദർ ഗബ്രിയേൽ എന്റെ ഡാഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. എന്റെ ഡാഡിയുടെ മരണശേഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അദ്ദേഹമാണ്. മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്നുകൂടി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത്ര നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോ. ആ സീറ്റ് മോൺ വരുമ്പോൾ എന്നെ അന്വേഷിക്കും. ഞാൻ നാളെ വരിക പറഞ്ഞിക്കണം. എന്താ ഇന്ന് പതിവില്ല നേരത്തെ? സ്റ്റീഫൻ വളരെ ബിസി അല്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരണം. ഞാൻ കോയമ്പത്തൂരിൽ പോവുകയാണ്. ഫാദർ ഗബ്രിയേൽ വളരെ സീരിയസ് ആണ്. ഈ കോയമ്പത്തൂരോ? അവിടെ പലയിടത്തും പകർച്ചവ്യാധിയാണെന്നാ കേട്ടത്. സ്റ്റീഫൻ അസൗകര്യമാണെങ്കിൽ ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. ഞാനും വരാം. ജസ്റ്റ് എ മിനിറ്റ്. സന്തോഷം. പപ്പ പ്ലീസ് കം. വീട്ടി, നിന്നോടല്ലേ പറഞ്ഞത്? പപ്പ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോയിരിക്കുക. നാളെ വൈകിട്ട് വരും. എനിക്ക് പപ്പയെ കാണണം. പപ്പ എന്താ എന്നെ കൂടെ കൊണ്ടുപോകാത്തത്? നിർബന്ധം കുറെ കൂടുന്നുണ്ട് നിനക്കാ. തള്ളി കിട്ടിയാലേ നീ പഠിക്കുള്ളൂ. മോളെ, മോള് വരും. നിങ്ങൾ ഇവിടെ കൊണ്ടിച്ചോണ്ടിരുന്നാ പോരാ. ലഞ്ചിന് എനിക്ക് നാളെ ഗസ്റ്റ് ഉണ്ട്. 40 പേര് വന്നാലും ആഹാരമില്ലാതെ വരില്ല കുഞ്ഞ്. മോളെ, മോള് വരും. ചേച്ചി മോൾ വീട്ടിരിക്കല്ലേ? ആ, മോക്ക് എന്ത് വേണം? കൊച്ചമ്മേ, സ്വീറ്റ് മോള് കരയുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? സ്വീറ്റ് മോളോട് ഇങ്ങനെ കരുണ കാണിക്കാതിരുന്നാലോ? അല്ല, പാപ്പച്ചൻ എന്താ തലയ്ക്ക് കിറുക്ക് പിടിച്ചോ? ഇതാരോടാ സംസാരിക്കുന്നത്? കല്ലിനോട്. അത് ശരി, മനുഷ്യരോടൊക്കെ പറഞ്ഞു തീർന്നോ? മനുഷ്യരെ കല്ലിനേക്കാൾ കടുപ്പമുള്ള ഹൃദയമുള്ളവരായി തീർന്ന പിന്നെ അവരോട് പറഞ്ഞിട്ട് ഹൃദയം ഉള്ളതാ പാപ്പച്ച. തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നതാ. വേണ്ട,
അവിടെ പൗഡർ ഇട്ട് ചീകി എനിക്ക് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. നായയുടെ സ്നേഹം പോലും ചില മനുഷ്യർക്കില്ലാതെ പോയാലോ? അത് ദേവയമ്മ എനിക്കിട്ടൊരു കുത്താണല്ലോ കുത്തിയത്. ഞാൻ മനുഷ്യരുടെ കാര്യമല്ലേ പറഞ്ഞേ? വീണ്ടും ഒരു വലിയ കുത്ത്. ദേവയമ്മേ, നമ്മൾ രണ്ടുപേരും ചെറുപ്രായത്തിൽ രംഗത്ത് വന്നേ. ദുർചിന്തയോടുകൂടി ഒരു നോട്ടമെങ്കിലും ഞാൻ ദേവയമ്മയെ നോക്കിയിട്ടുണ്ടോ? ആ നോക്കിയേനെ, ഒറ്റ നോട്ടമേ നോക്കുള്ളൂ. ജെയിംസ് മോൻ എന്തൊരു വേലയെ കാണിച്ച് ഈ കൊച്ചിനായിട്ട് ഇങ്ങനെ കരയിപ്പിക്കണമായിരുന്നു. ദേവമ്മ ഒരു കാര്യം ചെയ്യും, ഈ കുഞ്ഞിനെ നമ്മളെ രജനിയുടെ അടുത്ത് കൊണ്ടുവന്ന് വിടാം. ജെയിംസ് മോൻ കഴിഞ്ഞാൽ ഈ പൂവണ്ടലത്തിൽ സ്വീറ്റ് നോക്കി രജനിയോടാണ് ഇഷ്ടം. ഫാദർ, ജെയിംസ്, കർത്താവിന്റെ കൃപ കൊണ്ട് നീ ഒരു ധനികനായി ജനിച്ചു. പക്ഷേ ആ ധനത്തിന്റെ പേരിൽ ഒരിക്കലും അഹന്ത ഉണ്ടാകരുത്. സാധുക്കളോട് നമ്മൾ എപ്പോഴും കൃപയുള്ളവരായിരിക്കണം. നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ശരി ഫാദർ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഫാദറിന് ഭയങ്കരമായ പകർച്ചവ്യാധിയാ പിടിപെട്ടിരിക്കുന്നത്. കൂടുതൽ നേരം ഉടൻ ശുശ്രൂഷിച്ച രോഗം നമുക്കും പിടിപെടും. സ്റ്റീഫൻ വേണമെങ്കിൽ പറ്റുള്ളൂ. എനിക്ക് ഒരു രോഗത്തെയും പേടിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഈ അവസ്ഥയിൽ ഫാദറിന് എന്റെ സഹായം കൂടിയേ തീരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു. ശരി. ഫാദർ, ഫാദർ, ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. എന്താ എന്ത് പറ്റി? എനിക്ക് തല ചുറ്റുന്നത് പോലെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആര് കണ്ടു ഫാദർ ഗബ്രിയലിന്റെ രോഗം ഇങ്ങോട്ട് പകർന്നിട്ടില്ലെന്ന്? വരൂ, നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാം. വേണ്ട, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫാമിലി ഡോക്ടറെ കണ്ടാൽ മതി. ഇനി ഈ രോഗം ആർക്കെല്ലാം പകരുമെന്ന് ആര് കണ്ടു? സ്റ്റീഫൻ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് നേരെ എന്റെ കുടുംബ ഡോക്ടറെ അടുത്തേക്ക് പോകാം. അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. എന്റെ കുടുംബ കല്ലറയിൽ അടക്കിയേക്കൂ. ഈ രോഗം ആർക്കും പകരാതിരിക്കട്ടെ. കരയാതെ. നിന്നോടല്ലേ പറഞ്ഞത് എടി ഉറങ്ങാൻ? വല്ലാത്ത പറഞ്ഞത്. എന്താ സ്വീറ്റ് മോളെ ഈ കരയിലിട്ട് നീ നല്ല കുഞ്ഞല്ലയോ? എന്നെ ക്യാൻറ്റീന് കാണണം. ഇത് ധർമ്മസങ്കടമായല്ലോ.
വീട്ടുപോണ്ട കരച്ചിലിട്ടേ കേൾക്കുന്നത്. ഓക്കെ എന്താ മോളെ കരയില്ല കരയില്ല. മോൾക്ക് എന്ത് വേണം? എനിക്ക് ആൻറ്റിയെ വേണം. ആട്ടെ മോളെ എന്തിനാ കരഞ്ഞത്? എനിക്ക് പപ്പായ വേണം. മോളിവിടെ കിടന്നു. ജെയിംസ് മോൻ ഇല്ലെങ്കിൽ സ്വീറ്റ് മോക്ക് ഒരു നിമിഷം അവിടെ നിൽക്കണമെന്നില്ല. ഉടനെ ആന്റിയേക്കാം. അവിടെ സീറ്റ് മോടെ അമ്മയില്ലേ? അമ്മയുണ്ട് എന്നുവെച്ചാൽ അമ്മയുണ്ട്. പക്ഷേ സീറ്റിയുടെ ശരിക്കുള്ള അമ്മ ഇവിടെ ഉള്ളത്. അതെ, പ്രസവിക്കാത്ത അമ്മ. പ്രസവിച്ചത് കൊണ്ട് മാത്രം എല്ലാ അമ്മയും അമ്മയാകുന്നില്ല. പ്രസവിച്ച കുഞ്ഞിനെ സ്നേഹിക്കാനും പഠിക്കണം. പാപ്പച്ചായ സീറ്റി ഉറങ്ങി. എന്നിനി അവളിവിടെ കിടക്കട്ടെ. അയ്യോ ചാളിയമ്മ കാളിയമ്മയാവും. എന്നിട്ട് എന്നെ വിളിച്ച് ചോദിക്കും സീറ്റിയുടെ അമ്മ ഞാനാണോ രജനിയാണോ എന്നൊരു കുതിർക്ക് എടുത്തങ്ങിടും. നേരെയും പാമ്പയ്യ കൂടുകയും പാമ്പയ്യ. അവർക്ക് പണം പണം ഒറ്റ വിചാരമേ ഉള്ളൂ. അത് എന്റെ തലയിലെടുത്ത് ഞാൻ ആലോചിക്കുന്നു. കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. സെക്കൻഡ് ടൈം പോലെ തങ്ങളി മുടികളി തങ്ങളി മുടികളി തങ്ങളി മുടികളി. ഹലോ, ആരാ? ജോളിയല്ലേ? ഞാൻ സ്റ്റീഫനാണ്. എന്താ സ്റ്റീഫൻ? ജെയിംസ് എവിടെ? അത് ഞാൻ എങ്ങനെ പറയും? എന്താ സ്റ്റീഫൻ ഇത്? ജെയിംസിന് എന്ത് പറ്റി? എങ്ങനെ പറയാതിരിക്കും? വേഗം പറയൂ. ജെയിംസ് മരിച്ചുപോയി. நல்ல மனுஷன் பாவம். அவருக்கு இப்படி ஒரு மரணம் வந்திருக்க கூடாது. இனிமே வராது. പാവം. ഇതിലും വലുതേതാണ്ട് വരാനിരുന്നതാ. താനേ വേറെ ഒരു പെട്ടി ശരിയായി കൊടു. സ്റ്റീവൻ സാറിന്റെ ഓർഡറാ. അവരുടെ അന്തസ്തുക്ക് തകുந்த മാതിരി പൊട്ടി വേണമെന്ന സ്റ്റാക്കില്ലേ. ഓർഡർ താൻ കൊടുക്കണം. ഏയ് അന്തസ്സിനൊന്നും വേണ്ട, അളവിന് മതി. അപ്പടിയാണ് இந்த പൊട്ടിയിലെ പടം അളവ് പാക്കല. മഹാഭാവി പെട്ടി വാങ്ങിക്കാമെന്ന് എന്നെ നീ പെട്ടിക്കകത്താക്കാൻ നോക്കുക. ഇന്നാ പണം പിടി, വേഗം പെട്ടി റെഡിയാക്കി കൂടെ. ജെയിംസ് മോൻ ഇല്ലാത്ത ബംഗ്ലാവില് തോന്നുന്നില്ല. ഞാൻ ഈ തോളിലിട്ട് വളർത്തിയാണ് എറിയുന്നത്. എന്നാ ഊണിലും ഉറക്കത്തിലും ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ കർത്താവേ.
ഒരു ശവം അടക്കിയത് സ്റ്റീഫൻ സാർ തന്നോലെ പൈസ ഇതുവരെ ആരും തന്നിട്ടില്ല. അത് ഉണ്മയിതാ. ഇന്നലെ നമ്മൾ എവിടെ ആ ശവം അടക്കിയത്? അത് ശരി, നീ പൊട്ടി ശരിയാ മൂടിനിയ. നീ ആണ് ശരിയായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നോ? അത് വീട് പിശാച് ഏന്ത്രിച്ചു വരാത്. അപ്പഴേ പിശാചെങ്ങാനും ഇങ്ങോട്ട് വന്നാലോ? പിശാച് ഒന്നും കിടയാലടാ, എല്ലാം പോയി. പൊയ്യൊന്നുമല്ല, പിശാചൊക്കെ ഉണ്ട്. നോ പിശാച്. ഐസേ യെസ് പിശാച്. അത് വീട് നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. അതാ ഒരു സാറ് പോകുന്നു. നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. സാറേ ഒന്നും കഴിക്കണം സാർ. ജോളി, ഞാനാണ് ജെയിംസ്. ജെയിംസ് മരിച്ചുപോയി. ഞാൻ മരിച്ചില്ല ജോളി, ഞാൻ മരിച്ചില്ല. ജോളി, സ്റ്റീഫൻ, ആ ദേവകിയോ പാപ്പച്ചനോ കാണും. ഓ, നിന്റെ മട്ട് കണ്ടാ തോന്നുന്നു ആദ്യമായിട്ടാ ഞാൻ നിന്റെ ദേഹത്ത് ഓടുന്നതെന്ന്. ജെയിംസ് മരിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുടെ നിഴല് പോലും എത്തി നോക്കാൻ പോകുന്നില്ല. പിന്നെന്തിനാ ഈ അഭിനയം? ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ധൃതിയൊന്നും പാടില്ല കേട്ടോ. സമുദായത്തെ പേടിക്കണ്ടേ? ഓ, സമുദായം ഒന്ന് വെറുതെ ഇരിജോളി. ഇതുവരെ ഒളിച്ചും മറിഞ്ഞോ നടന്നത്. ഇനി പരസ്യമായിട്ട് എനിക്ക് നിന്നെ എന്റേതാക്കണം. സൂര്യൻ ഉദിച്ചു, നിൻ പറുദീസ നരകം എന്നറിഞ്ഞു. പുതിയ പ്രകാശം മാലാഖ ചാത്തിയ പൊയ്മുഖം തട്ടിയെറിഞ്ഞു. പാതിര സൂര്യൻ ഉദിച്ചു, നിൻ പറുദീസ നരകം എന്നറിഞ്ഞു. പുതിയ പ്രകാശം മാലാഖ ചാർത്തിയ പൊയ്മുഖം തട്ടിയെറിഞ്ഞു.
ചതിക്കും നിലയറിയാതോടും യാത്രക്കാരാ, നിന്നിഴൽ പോലും നിന്നെ ചതിക്കും നിലയറിയാതോടും യാത്രക്കാരാ. മിഴികളുണ്ടെങ്കിലും അന്ധനല്ലോ, നിൻ വാചാലതയെന്നും മൗനമല്ലോ. അഭയം വേദനയായി നിന്നമ്പലം അങ്ങാടിയായി. പാതിരാ സൂര്യൻ ഉദിച്ചു, പുഞ്ചിരിച്ചായം പൂശിക്കൊണ്ടാടി ഉലകതരംഗങ്ങൾ സമ്മാനിച്ചു. പുഞ്ചിരിച്ചായം പൂശിക്കൊണ്ടാടി ഉലകതരംഗങ്ങൾ സമ്മാനിച്ചു. നടിയുടെ മുഖമാണെന്നറിഞ്ഞില്ലല്ലോ, നീ നാടകവേദിയിൽ നടിച്ചില്ലല്ലോ. പ്രണയം കടം കഥയായി നിൻ കുടുംബം കളിയരങ്ങായി. പാതിരാ സൂര്യൻ ഉദിച്ചു, നിൻ പറുദീസ നരകമെന്നറിഞ്ഞു. ഉദയ പ്രകാശം മാലാഖ ചാത്തിയ പൊയ്മുഖം തട്ടിയെറിഞ്ഞു. പാതിരാ സൂര്യൻ ഉദിച്ചു. Who is that gentleman? A big shot from Bombay, Mr. Alexander John. Alexander John.
യെസ് സർ. Oh, bring me a hot cup of coffee. നിങ്ങൾ ഈ നാട്ടുകാരനാണോ? ഈ നാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാം. പക്ഷേ സമ്മറിൽ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് പോലെ വിന്ററിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും. എന്താ സർ ചോദിച്ചത്? ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ്. ബിസിനസ്സിന് വേണ്ടി ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ എസ്റ്റേറ്റ് ഉടമയുണ്ടല്ലോ, മിസ്റ്റർ ജെയിംസ്. അയാളെ അറിയുമോ? അദ്ദേഹത്തെ പറ്റി അറിയാത്തവർ ആരാണ് സാർ ഈ നാട്ടിലുള്ളത്? പക്ഷേ നല്ലവർക്ക് ദൈവം ആയുസ് കൊടുക്കൂ. എന്താ? അദ്ദേഹം മരിച്ചുപോയി സാർ. മരിച്ചുപോയോ? ഇത്ര ചെറുപ്പത്തിലോ? ചെറുപ്പമെന്നോ വലുപ്പമെന്നോ ഉണ്ടോ സാർ മരണത്തിന്? ഇവിടെ എല്ലാം പടർന്നു പിടിച്ചൊരു കോളറ വന്നിരുന്നില്ലേ, അത് അദ്ദേഹത്തെയും കൊണ്ട് പോയി. ഓ, വെരി സാഡ് ന്യൂസ്. സാറിന് അദ്ദേഹത്തെ അറിയാമായിരുന്നു? ജെയിംസിന്റെ അച്ഛൻ എന്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു. ജെയിംസ് വിവാഹം കഴിച്ചിരുന്നില്ലേ? എക്സ്ക്യൂസ് മീ, മരിച്ചുപോയ ജെയിംസിനെ കുറിച്ച് അന്വേഷിക്കുന്ന കേട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ഓ, സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. sorry, please sit down. താങ്ക് യു. മൈ നെയിം ഈസ് സ്റ്റീഫൻ. I am Alexander John from Bombay. വെരി ഗ്ലാഡ് ടു മീറ്റ് യു സർ. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞറിഞ്ഞു. അപ്പം മുതൽ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. Oh, good, good. You want coffee or tea? നോ താങ്ക്സ്, ഐ ജസ്റ്റ് ഹാവ് മൈ ഡ്രിങ്ക്സ്. ജെയിംസ് നിങ്ങളുടെ സ്നേഹിതനായിരുന്നു അല്ലേ? അതെ, ജെയിംസ് വിവാഹം കഴിച്ചിരുന്നില്ലേ? കഴിച്ചിരുന്നു. ഒരു കുട്ടിയുമുണ്ട്. സിഗരറ്റ്? No, thanks. I got my own brand. നോക്കട്ടെ. ഓ, ബ്യൂട്ടിഫുൾ ലൈറ്റ്. എന്നോ കണ്ടിട്ടുള്ളത് പോലെ. ഇതെന്റേതല്ല, ജെയിംസിന്റേതാണ്. ജെയിംസ് നിങ്ങൾക്ക് സമ്മാനിച്ചതായിരിക്കും. അല്ല, ജെയിംസ് മരിക്കുമ്പോ ഇത് അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാനത് ജോളിയെ അല്ല മിസസ് ജെയിംസിനെ ഏൽപ്പിച്ചു. അവർ ഇത് നിങ്ങൾക്ക് സമ്മാനിച്ചു അല്ലേ? അതെ. വരൂ, നമുക്കിറങ്ങാം. എന്റെ പെയിന്റിങ്സ് നിങ്ങൾ കാണും. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എന്ത് അഭിമാനമായിരിക്കും അറിയോ? മൈ ഡിയർ സ്റ്റീഫൻ, എന്ത്, എവിടെ വെച്ച്, എപ്പോ, എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് എന്റേതായ തീരുമാനമുണ്ട്. എന്റെ പെയിന്റിംഗ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ആശ കൊണ്ടല്ല, നിങ്ങളുടെ സഹൃദയത്തെ ഓർത്താണ്. ഏതായാലും ഈ പെയിന്റിങ് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കൊണ്ട് നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ, ഭാഗ്യദേവത നിങ്ങൾ അനുഗ്രഹിച്ചോ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു. കൂടിയാൽ ഒരു 6 മാസം കാത്തിരിക്കാം. ഭർത്താവിന്റെ മരണശേഷം ഒരു ഭാര്യ മറ്റൊരു വിവാഹത്തിന് വേണ്ടി 6 മാസമെങ്കിലും കാത്തിരിക്കണമല്ലോ. എന്താ സാർ നിങ്ങൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാത്തത്? ഞാനോ? തീർച്ചയായും നിങ്ങളാണ് ഇത് നടത്തി തരേണ്ടത്. കമോൺ, പ്രോമിസ് മീ. പ്രോമിസിനെ പറ്റി ഒരു കൊട്ടേഷൻ തന്നെയുണ്ട്. പ്രോമിസ് ചെയ്താൽ അത് നിറവേറ്റണം. അതുകൊണ്ട് ബുദ്ധിമാന്മാർ പ്രോമിസ് ചെയ്യാറില്ല. നിങ്ങൾ നന്നായി സംസാരിക്കുന്നു. ബൈ ദ വേ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പല നാടുകളിലും സഞ്ചരിച്ചിട്ടുണ്ട്, പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്. ഇതിൽ ഏത് നാട്ടിലെ സ്ത്രീകളാണ് അതിസുന്ദരികൾ? ക്ഷമിക്കണം, ഇക്കാര്യത്തിൽ ഞാൻ വളരെ പിന്നോക്കമാണ്. ജീവിതത്തിൽ നല്ല ഒരു ഭാഗം പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഞാൻ വിനിയോഗിച്ചു. ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു. പക്ഷേ പെണ്ണിന്റെ മണം പോലും എനിക്ക് അറിഞ്ഞുകൂടും. ഇനി ഇങ്ങനെ മതിയോ? എന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ ഭാവം? എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പരിചയമായി പോയി. ആട്ടെ, ജെയിംസിന് കുഞ്ഞുങ്ങളൊന്നുമില്ലേ? ഒരു കുട്ടിയുണ്ട്, സ്വീറ്റി. പപ്പായുടെ തനി സ്വഭാവം. കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? കാണാൻ പോകുന്ന പൂരമോ? അതെ, നിങ്ങൾ ജെയിംസിന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ? ഒരു ദിവസം ബംഗ്ലാവിലേക്ക് വരൂ, മിസസ് ജെയിംസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്ത്?
എന്റെ ഭാര്യയെ എനിക്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. നിങ്ങളെ പരിചയപ്പെടുന്നത് അവർക്ക് എന്ത് സന്തോഷമായിരിക്കുന്നു. റിയലി? സംശയമുണ്ടോ? ദുഃഖത്തിൽ മുങ്ങിക്കഴിയുന്ന അവർക്ക് എന്റെ സാന്നിധ്യം കൊണ്ട് എന്ത് സന്തോഷമുണ്ടാകാന്? അങ്ങനെ വലിയ ദുഃഖമൊന്നുമില്ല. എന്ത് ദുഃഖമില്ലെന്നോ? അവര് ചെറുപ്പമല്ലേ, ഭർത്താവ് മരിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അല്ലെങ്കിൽ തന്നെ ജോളിക്ക് ജെയിംസിനോട് അങ്ങനെ വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു. ജോളി, അപ്പൊ നീ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം വെറും അഭിനയമായിരുന്നു. ആത്മാർത്ഥതയില്ലാത്ത നിന്റെ മുന്നിൽ നിന്നേക്കാളും തന്മയത്തുമായി അഭിനയിക്കാൻ എനിക്കറിയാം. ദയവ് ചെയ്ത് ഈ സമ്മാനം മിസ്സസ് ജെയിംസിനെ ഏൽപ്പിച്ചേക്കൂ പ്ലീസ്. കൊള്ളാമോ? 1,00,000 രൂപയെങ്കിലും വില വരില്ലേ മാലയ്ക്ക്? ഇത്രയും വലിയ സമ്മാനം തരാൻ മാത്രം അടുപ്പമുണ്ടായിരുന്നു ജെയിംസും അദ്ദേഹം തമ്മിൽ. ഞാൻ പറഞ്ഞില്ലേ, ജെയിംസിന്റെ ഡാഡിയുടെ സഹായം കൊണ്ടാണ് അലക്സാണ്ടർ ആദ്യമായി ബിസിനസ് തുടങ്ങിയത്. ഡയമണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുന്നു. എപ്പോ നോക്കിയാലും കുറച്ചില്ലേ പല്ലേടും കോട്ടെ നിനക്ക്. ദേവികമ്മേ, അവർക്കും സ്വല്പ അഹങ്കാരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞയച്ചിട്ട് വേറെ ആളെ നോക്കണം. സർവൻസിനാണോ ഇത്ര പഞ്ഞം? ഇവളുടെ കാര്യം നോക്കാൻ വേണ്ടിയാ നിങ്ങൾ ഈ ഔട്ട് ഹൗസിൽ താമസിക്കാൻ ഞാൻ സമ്മതിച്ചത്. സ്വീറ്റിയുടെ കാര്യം നോക്കാൻ എനിക്ക് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. സ്വീറ്റി ജെയിംസിന്റെ മോളാണ്. അദ്ദേഹം എനിക്ക് യജമാനായിരുന്നില്ല, മകനായിരുന്നു. പ്രസംഗമൊന്നും വേണ്ട, കുട്ടിയെ അപ്പുറത്ത് കൊണ്ടുപോകണം. 2 ആഴ്ചയായി കുഞ്ഞ് ആഹാരമേ കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ നിർബന്ധം. നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. അതിന് ഞാനെന്ത് വേണം? കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. ചത്തുപോയവരുടെ പപ്പ തിരിച്ചുകൊണ്ടോ എന്നെ കൊണ്ടാവൂ. കുഞ്ഞിനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം, നല്ലതുപോലെ പരിശോധിപ്പിക്കണം. നിങ്ങൾ വേലക്കാരത്തെയാണ്, ആ സ്ഥാനത്ത് നിന്നാ മതി. ജോളിയുടെ അമ്മായിയമ്മയൊന്നും ചമയണ്ട. ഈസൻ സാറേ, നിങ്ങളോട് ഞാൻ മക്കാണത്തിന് വന്നില്ല. ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുത്. എന്റെ നാക്ക് മഹാ ചീത്തയാ. ദേവികമ്മ അപ്പുറത്ത് പോവും. കണ്ടോ, സർവൻസ് പോലും എന്നെ വകവയ്ക്കുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ വിവാഹം ഉടനെ നടത്തണമെന്ന് ഞാൻ പറയുന്നത്. സ്റ്റീഫൻ, അദ്ദേഹം മരിച്ചിട്ട് 6 മാസം പോലും ആയിട്ടില്ല. ഈ മാസത്തിന്റെ കണക്ക് ആരെ ബോധിപ്പിക്കാനാ? അക്ഷമ കാണിക്കാതെ. ജീവനിൽ കൊതിയുള്ള ഒരുത്തരെങ്കിലും ഇതിനകത്ത് കിടക്കുമെന്ന് ഞാൻ കരുതി. ഇത് പുതിയതാണല്ലോ. ഇത് കൊണ്ടുവന്ന് വെച്ചതിൽ ആരായിരിക്കും നമ്മുടെ സ്വത്തിന് കൈവച്ചത്? திருடுனதெல்லாம் எங்க வச்சிருக்க? தெரியாது. தெரியாது?
എന്റെ കൂടെ വരൂ, ഹോട്ടലിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് സർ, പ്ലീസ് കം ഇൻ. യു ആർ വെൽക്കം. ഹലോ സ്റ്റീഫൻ. സ്റ്റീഫൻ, ഈ ചിത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കുകയാണ്. വിലയായിട്ടല്ല, സാറിന്റെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ക്ഷമിക്കണം, എല്ലാം താറുമാറായിട്ട് കിടക്കുക. കുറെ ദിവസങ്ങളായി ഞാൻ ഇങ്ങോട്ട് വരാറില്ല. ഇന്ന് തന്നെ സാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. സ്റ്റീഫൻ, മറ്റാരെങ്കിലും ഇപ്പൊ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ആരാണെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കിട്ട് വരാം. ആരാണെന്ന് എനിക്കറിയാം. ഓ, ജോളിയോ? ഞാൻ വിചാരിച്ചു വേറെ ആരാണെന്ന്. ജോളി വരും. ഇതാണ് എനിക്ക് മിസ്റ്റർ അലക്സാണ്ടർ ജോൺ ഫ്രം ബോംബെ. ഗ്യാസ് വെച്ചു. ഹലോ. എനിക്ക് കൊടുത്തയച്ച സമ്മാനത്തിന് നേരിട്ട് നന്ദി പറയാനാണ് ഞാൻ വന്നത്. മാത്രമല്ല വീട്ടിലേക്ക് നേരിട്ട് ക്ഷണിക്കാനും. ഈ നെക്ലേസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ ദി പ്രസന്റ്. ജോളിയുടെ കരുത്തി കിടക്കുമ്പോ ഇതിന് കൂടുതൽ ഭംഗി തോന്നുന്നു, അല്ലേ സർ? നല്ല രൂപം, നല്ല ആഭരണം, തീർച്ചയായും ചേരും. ഈ കണ്ണാടി ഇങ്ങനെ വെച്ചിരുന്നാൽ എനിക്ക് കാണാൻ സാധിക്കുമോ? അത് എടുത്തിട്ട് നോക്കൂ. നോ നോ, വെളിച്ചം എന്റെ കണ്ണിൽ തട്ടാനേ പാടില്ല. വാർദ്ധക്യ സഹജമായ രോഗം. വാർദ്ധക്യമോ? സാറിനെ കണ്ടാൽ അത്ര വയസ്സെന്ന് ആരും പറയത്തില്ല, അല്ലേ? മിസ്സസ് ജെയിംസ് പറഞ്ഞത് കേട്ട് സ്റ്റീഫൻ അസൂയപ്പെടണ്ട. അവരൊരു ഭംഗി വാക്ക് പറഞ്ഞു എന്ന് മാത്രം. എന്റെ നരച്ച തലമുടി തന്നെ എന്റെ പ്രായം വിളിച്ചറിയിക്കുന്നില്ലേ? ഓ, മുടി നരച്ചത് കൊണ്ട് വയസ്സനാവണമെന്നില്ലല്ലോ. ഓ, ഗുഡ് ജോഗ്, ഗുഡ് ജോഗ്. ഏതായാലും ദുഃഖത്തിൽ മുങ്ങിക്കഴിയുന്ന മിസ്സസ് ജെയിംസിന് എനിക്ക് അല്പമെങ്കിലും സന്തോഷം തരാൻ കഴിഞ്ഞല്ലോ. ആ ദുഃഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. സമാധാനമായിരിക്കൂ, നിങ്ങൾ ചെറുപ്പമല്ലേ. ഇനി എത്രയോ വർഷങ്ങൾ കിടക്കുന്നു. നിങ്ങൾ അർഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് മടങ്ങി വരാതിരിക്കയില്ല. താങ്ക് യു. അങ്ങ് തീർച്ചയായും എന്റെ വീട്ടിലേക്ക് വരണം. ഒരുപക്ഷേ. എന്താണ് പക്ഷേ? അങ്ങയുടെ വരവ് കൊണ്ടായിരിക്കും എന്റെ സന്തോഷകാലം ആരംഭിക്കാൻ പോകുന്നത്. ഐ സീ. സ്ത്രീകളോട് പഴകുന്നത് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ. ശരിയാണ് സ്റ്റീഫൻ, പക്ഷേ ജോണിയുടെ ഇൻവിറ്റേഷൻ നിരസിക്കാൻ കഴിയുന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നാളെ ഞാൻ പ്രതീക്ഷിക്കും. ബൈ ബൈ. സ്ത്രീകൾ പകർച്ചവ്യാധി പോലെ പിടിവിട്ട തളർന്നു. മിസ്റ്റർ സ്റ്റീഫൻ, ശരിയായ പകർച്ചവ്യാധിക്ക് പോലും എന്നെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. എഴുന്നേക്കടോ. എഴുന്നേക്ക. ആദ്യമായിട്ട് ഈ തലയിരിക്കുന്ന ഒന്ന് താഴോട്ട് ഇറക്കിത്ത. എന്താ ജാതി? അല്ല, ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ്. പറയാൻ മനസ്സിലെങ്കിലും പറയണമെന്നില്ല. എന്റെ ജാതി ഞാൻ പറയാം. ഞാൻ ക്രിസ്ത്യാനിയാണ്. എന്നാലേ ഞാൻ മനുഷ്യനാണ്. അങ്ങനെ മര്യാദയ്ക്ക്. എന്താ പേര്? പറഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഇപ്പോഴത്തെ പേരുകൾ അറിഞ്ഞുകൊണ്ടും ജാതി തിരിച്ചറിയാനൊക്കെ ഇല്ല. എല്ലാരും ഹിന്ദുക്കളുടെ പേരായിടുന്നത്. എന്റെ പേര് പാപ്പച്ചൻ. ഞാനൊരു മുസ്ലിമാണ്. പേര് ബഷീർ. അങ്ങനെ മര്യാദയ്ക്ക് വാ. ചെറുപ്പമായതുകൊണ്ട് അല്പ ചോരത്തിളപ്പ് കാണും. നിങ്ങൾക്ക് എന്ത് വേണം മിസ്റ്റർ? എനിക്ക് മിസ്റ്റർ അലക്സാണ്ടർ ജോൺ അദ്ദേഹത്തെ ഒന്ന് കാണണം. കാര്യം എന്താ? എന്താ ഇത്? കുറെ ഫ്രൂട്ട്സാ എസ്റ്റേറ്റിൽ നിന്ന് മിസ്സസ് ജോളി ജെയിംസ് തന്നയച്ചതാ സാറിന് കൊടുക്കാൻ. എന്നാൽ ഇങ്ങനെ നിൽക്കും. അയ്യോ, അതൊക്കത്തില്ല.
നേരിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കണമെന്നാണ് കരാർ. നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാനാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ശരി, എന്നാലേ താൻ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോ. ഇത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചേക്കാം, ഞാൻ പോകും. ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എസ്റ്റേറ്റിൽ നിന്ന് കൊടുത്തയച്ചാണെന്ന് പറഞ്ഞ് പാപ്പച്ചൻ കൊണ്ടുവന്നു. എടുത്തുകൊണ്ട് വയ്ക്കുള്ളൂ. എനിക്കാരുടെയും സമ്മാനങ്ങൾ ആവശ്യമില്ല. ജോളി, നീ എനിക്ക് വേണ്ടി വല വീശുകയാണ്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കുരുക്ക് നീ അറിയാതെ തന്നെ നിന്റെ കഴുത്തിൽ കുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ജെയിംസിന്റെ മകളല്ലേ? അതെ. പപ്പ മരിച്ച പിന്നെ ഇവൾ വലിയ ശാഠ്യക്കാരിയായി മാറിയിരിക്കുക. ഇരുന്നാട്ടെ. താങ്ക് യു. എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്. വരൂ മോളെ. മോളെ പേരെന്താ? സ്വീറ്റി. യു ആർ റിയലി സ്വീറ്റ്. ഇവളെ കണ്ടപ്പോ ഞാൻ ജെയിംസിനെ കുറിച്ച് ഓർമ്മിച്ചുപോയി. ഇവളുടെ പ്രായത്തിൽ ജെയിംസ് എന്റെ തോള് വിട്ടിറങ്ങിയിരുന്നില്ല. ഇത്ര ചെറുപ്പത്തിലേ നീ ഞങ്ങളെ വിട്ടു പോയല്ലോ ജെയിംസ്. അങ്ങേപ്പോലെ ഒരു നല്ല കുടുംബ സുഹൃത്തുള്ള കാര്യം ജെയിംസ് ഒരിക്കൽ പോലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ലല്ലോ. അതാണ് അത്ഭുതം. വേണ്ട കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനുമുള്ള ബോധം ജെയിംസിനുണ്ടായിരുന്നില്ലല്ലോ. തെറ്റെന്റേതാണ്. അവൻ പല പ്രാവശ്യവും എന്നെ ക്ഷണിച്ചിട്ടും എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല. അതില് അവന് പരിഭവം ഉണ്ടായിരുന്നിരിക്കണം. ബന്ധുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ ജെയിംസിന് കഴിവുണ്ടായിരുന്നില്ല. നമുക്കാർക്കും തന്നെ അതിനുള്ള കഴിവില്ല മിസ്റ്റർ സ്റ്റീഫൻ. ആരാണ് ബന്ധു, ആരാണ് ശത്രു ആർക്കറിയാം. ഈ ഭൂമിയിൽ ജോളിയെപ്പോലെ വിശ്വസ്തകളായ നല്ല ഭാര്യമാരുമുണ്ട്. ഭർത്താവ് മരിച്ചുപോയാൽ ആ സ്മരണകളിൽ നീറി കഴിയുന്നവർ. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ നിമിഷവും ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരുമുണ്ട്. ദേവികമ്മേ, സ്വീറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. നോ നോ നോ, ഇവൾ എന്റെ മടിയിൽ തന്നെ ഇരിക്കട്ടെ. ഈ ഓമന മുഖം കണ്ടാൽ എനിക്ക് പഴയ ഓർമ്മകളെ താലോലിക്കാം. ജെയിംസ് മോന്റെ അപ്പന്റെ സ്നേഹിതനാണെന്നാ പറഞ്ഞത്. എനിക്കെന്തോ ഓർമ്മ വരുന്നില്ല. അക്കാലം തൊട്ടേ പാപ്പച്ചായൻ ഇവിടെ ഉണ്ടല്ലോ. അങ്ങേക്ക് പാപ്പച്ചായനെ അറിയാമായിരിക്കണമല്ലോ. അതിനെന്റെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടേ തിരിച്ചറിയാൻ. പാപ്പച്ചായന്റെ മുഖത്ത് നോക്കിയതേ ഇല്ലേ? വന്നത് മുതൽ സ്വീറ്റ് മോളുടെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല. സ്വീറ്റ് മോളെ കാണാൻ അങ്ങയുടെ കണ്ണ് രണ്ടും അങ്ങ് നിറയുക. പാവം സ്വീറ്റി, അവൾക്ക് സ്നേഹം അന്യരിൽ നിന്നേ കിട്ടാൻ ഭാഗ്യമുള്ളൂ എന്ന് തോന്നുന്നു. സ്വീറ്റ് മോളെ സ്നേഹിക്കുന്നവരാരും
എനിക്ക് അന്യരല്ല. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി. നല്ല കുടുംബത്തുള്ള ഒരു മുഖം, നല്ല ഐശ്വര്യമുള്ള ഒരു മുഖം. യേശുവിന്റെ വല്ല അകന്ന ബന്ധുവായിട്ട് സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ, മൗനമകരന്തം വിളമ്പും മധുര സ്വപ്നശതങ്ങളെ, സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. ശിഥിലരേഖകൾ എഴുതിയൊഴുകും ശിശിര ചന്ദ്രിക വിളിച്ചു. എന്റെ പപ്പ പാടിയ പാട്ട് പാടല്ല. ദേവികമ്മേ, ദേവികമ്മേ, സ്വീറ്റി അപ്പുറത്ത് കൊണ്ടുപോ. ഇടവഴിയിൽ ശംഖമാർക്ക് കയ്യിലിട്ട്, പിന്നീടനെങ്കിൽ കീനാവിന്റെ കുലുക്കി കുത്ത്. കിളിവാതിൽ മറവിൽ നിന്നൊളിക്കണ്ണോട്ടം, വളക്കിളികൾ തൻ പരിഭവക്കളി പൊന്നാരം. ഇടവഴിയിൽ ശംഖമാർക്ക് കയ്യിലിട്ട്, പിന്നീടനെങ്കിൽ കീനാവിന്റെ കുലുക്കി കുത്ത്. അരയോളം വെള്ളത്തിൽ നിൻ കുളിർ നീരാട്ട്, അത് കാണും നേരം കൽവിൽ അമിട്ടുകെട്ട്. ഇടവഴിയോ ശംഖമാർക്ക് കയ്യിലിട്ട്, പിന്നീടനെങ്കിൽ കീനാവിന്റെ കുലുക്കി കുത്ത്. ഇനിയത്തെ റംസാന് അരികത്ത് തന്നെ നീ ഇരിക്കുമെന്നകത്താമ്പിൽ പൂതി കൊള്ളുന്നു. കളിയല്ല നടത്തും നാമുടൻ നിക്കാഹ്, ചിരിതൂകുമന്ന് നിന്റെ മണിയേലസ്. ഇടവഴിയോ ശംഖമാർക്ക് കയ്യിലിട്ട്, പിന്നീടനെങ്കിൽ കീനാവിന്റെ കുലുക്കി കുത്ത്. കിളിവാതിൽ മറവിൽ നിന്നൊളിക്കണ്ണോട്ടം, വളക്കിളികൾ തൻ പരിഭവക്കളി പൊന്നാരം. ബഷീറെ, അന്നേ നമ്മൾ വിളിപ്പിച്ചത് എന്തിനാണെന്ന് ആനക്കറിയാവാ? അറിയാം.
ഐശ്വര്യ നിക്കാഹിനെ പറ്റി സംസാരിക്കാൻ. പെമ്പിള്ളേര് പ്രായമായാല് കെട്ടിച്ചയക്കേണ്ടത് തന്നെയാണ്. പക്ഷേങ്കില് ഐഷ എന്റെ പുന്നാര മോള. മോൾക്ക് ഒരു കഷ്ടവും വരരുതെന്ന് ഞമ്മക്ക് ആശയുണ്ട്. അതിനെ കൊണ്ട് പെരുത്ത കാശുള്ള ഒരുത്തനെ കൊണ്ടേ ഞമ്മളവളെ കെട്ടിക്കൂ. അന്റെ ഈ കൈലി കച്ചവടം കൊണ്ട് എന്ത് സമ്പാദിക്കാനാ? രണ്ടുപേർക്ക് കഴിയാൻ അത് ധാരാളം മതി എന്ന് ഇജ്ജ് പറഞ്ഞുകൊണ്ട് ഞമ്മക്ക് വിശ്വാസാവില്ല. എന്ത് കിട്ടിയാലും മതിയാവാത്ത ഈ കാലത്ത് അന്റെ വരുമാനം കൊണ്ട് രണ്ടുപേരെങ്ങനെയാ കഴിയുക? അതുകൊണ്ട് ഞാൻ ഐഷയെ മറക്കണമെന്നാണ് പറയുന്നത്. മറക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ നിക്കാഹിന് സമ്മതിക്കണമെങ്കിൽ ഇജ്ജ് തോനെ കാശുണ്ടാക്കിയിട്ട് വാ. ഇനിമേലെ നിങ്ങൾ തമ്മിൽ പാത്തും പതുങ്ങി കാണുന്നത് നമ്മുടെ കണ്ണി കാണരുത്. കണ്ടാല് എന്റെ സ്വഭാവം പറ. അങ്ങനെ സംശയിക്കണ്ട. പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എന്റെ നല്ല പേര് കളയില്ല. ഐഷ, ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്. നമ്മളെ മറന്നിട്ടാ? മറന്നിട്ടല്ല, നിന്നെ മാത്രം ഓർമ്മിച്ചുകൊണ്ട്. ഞാൻ വരുന്നവരെ ഞങ്ങള് കാത്തിരിക്കും. എന്താ മോളെ? സാറിനെ കാണണം എന്ന് പറഞ്ഞ് എന്തൊരു നിർബന്ധമായിരുന്നു. ജലവാനം ഒട്ട് കഴിച്ചിട്ടുമില്ല. ഒടുവിൽ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് ഏറ്റതിന് ശേഷമാ ഒരു നിലവാരം ഉണ്ടായത്. എന്റെ പപ്പ മടങ്ങി വരില്ലേ? പപ്പ തീർച്ചയായും വരും മോളെ. പാപ്പച്ച, ഞാൻ കുഞ്ഞിനൊരു കഥ പറയാൻ പോവുകയാണ്. അയ്യോ, വെറും വയറ്റി കഥയും കൂടെ കേട്ടാ കുഞ്ഞ് തളർന്നു. ഞാൻ പോയി ജ്യൂസ് പിടിച്ചോണ്ട് വരാം. ശരി. ഓഹോ, അങ്ങനെയാണല്ലോ. അനുവാദം കൂടാതെ അകത്ത് കയറി വന്നുകൊണ്ടായിരിക്കും ഇടങ്കാലി വെച്ചല്ലേ തള്ളി താഴെ ഇട്ടത്. അങ്ങനെയെങ്കിൽ അങ്ങനെ വെച്ചോളൂ. എന്താ കൂടുതൽ ഇങ്ങനെ ഒരു സ്നേഹമുണ്ടോ? സീറ്റ് നോക്ക്. സാറിനെ കാണണം ഒരേ ഒരു വിചാരമേ ഉള്ളൂ. ഒരു ജലവാനം കഴിച്ചിട്ടുമില്ല. ഞാനേ ഇതൊന്ന് പിടിയട്ടെ. നിങ്ങളെ പോലുള്ള മുഷ്കന്മാർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമാണ് ഇത് കേട്ടോ. സ്ഥാപിച്ച എന്ത് വേല കാണിച്ചത്? അതെ, എന്നെ ഇടങ്കാലി വെച്ച് തള്ളിയിട്ടപ്പോ ആലോചിക്കേണ്ടിരുന്നു. സാറേ, ഞങ്ങളൊക്കെ പഴയ മുഖങ്ങളാ. ഞങ്ങളോട് കളിക്കുന്ന സൂക്ഷിച്ചു വേണം കേട്ടോ. നിന്നെ ഈ സാറ് വല്ലതും ചെയ്തോ? ആഹാ, ശരി. സാറിനെ നമുക്ക് മുക്കാലി കെട്ടി അടിക്കാം. അങ്ങനെ മാലാഖമാർ ആ കുഞ്ഞിന്റെ പപ്പായെ തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ സീറ്റിയുടെ പപ്പായും തിരിച്ചു വരും. അപ്പോ മോളെനിക്ക് എന്ത് തരും? പറയൂ, എന്ത് തരും? ആ രജനി, ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ. എന്റെ പേര് സാറിന് എങ്ങനെ മനസ്സിലായി? അത് സ്വീറ്റി പറഞ്ഞറിഞ്ഞു. സ്വീറ്റിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. പാവം, തീരെ സുഖമില്ല. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ക്ഷേത്രത്തിൽ പോയത്. സ്വീറ്റിക്ക് എന്ത് പറ്റി? ആഹാരമൊന്നും കഴിക്കുന്നില്ല. എപ്പോഴും പപ്പ പപ്പ എന്ന് വിളിച്ച് കരഞ്ഞോണ്ടിരിക്കും. മോളെ, സ്വീറ്റിക്ക് എങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ? എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഡോക്ടർ, എങ്ങനെയെങ്കിലും സ്വീറ്റി രക്ഷിക്കണം പ്ലീസ്. മരുന്നുകൾ കൊണ്ടൊന്നും ഇനി പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. സ്വീറ്റിക്ക് പപ്പയെ കാണണമെന്ന ആശ അവളുടെ തലച്ചോറിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. മരിച്ചുപോയ പപ്പ തിരിച്ചു വരുമെന്ന് അവൾ വിശ്വസിക്കുന്നു. സ്വീറ്റി മോൾക്ക് എങ്ങനെയുണ്ട്? ഏത് സമയത്ത് എന്ത് സംഭവിക്കും?
എനിക്കൊന്ന് കാണാൻ പോലും കഴിയില്ലല്ലോ. അവിടെ കയറരുതെന്ന മഹാഭാവി എനിക്ക് കൽപ്പിച്ചിരിക്കുകയാണല്ലോ. കരഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? കർത്താവ് രക്ഷിക്കട്ടെ. എന്ത് വരട്ടെ, ഞാനും കൂടെ വരുന്നു. എനിക്ക് എന്റെ വീട്ടിൽ കൂടെ ഒന്ന് കാണണം. വേണ്ട, ഞാൻ പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. జీవితమే హా జీవితమే జీవితమే హా ജീവിതമേ മറക്കാൻ പഠിക്കുന്ന കഥയല്ലോ മായാ നിഴൽ നാടകമല്ലോ സ്വർഗം തേടി നരകം നേടും സ്വപ്നാടനമല്ലോ ജീവിതമേ ഹാ ജീവിതമേ ജീവിതമേ ഹാ ജീവിതമേ ജനിക്കുമ്പോഴും ജയിക്കുന്നതവനെ മരിക്കുമ്പോഴും ജയിക്കുന്നതവനെ ജനിക്കുമ്പോഴും ജയിക്കുന്നതവനെ മരിക്കുമ്പോഴും ജയിക്കുന്നതവനെ കളിമണ്ണാലെ പ്രതിമയുണ്ടാക്കി കളിക്കുന്നു തല്ലിയുടയ്ക്കുന്നു ദൈവമെന്ന കുസൃതിക്കിടാവ് ജീവിതമേ ഹാ ജീവിതമേ വരവറിയാതെ ചെലവെഴുതുന്നു ഇരുട്ടിലല്ലോ നാം കണക്കെഴുതുന്നു വരവറിയാതെ ചെലവെഴുതുന്നു ഇരുട്ടിലല്ലോ നാം കണക്കെഴുതുന്നു വിളക്കും തട്ടി കളയുന്നു പിന്നെ ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു കാലമെന്ന പണ്ഡിത ശ്രേഷ്ഠൻ മറക്കാൻ പഠിക്കുന്ന കഥയല്ലോ മായാ നിഴൽ നാടകമല്ലോ സ്വർഗം തേടി നരകം നേടും സ്വപ്നാടനമല്ലോ ജീവിതമേ ഹാ ജീവിതമേ ജീവിതമേ ഹാ ജീവിതമേ എന്താ
ഞാനൊന്ന് ചോദിച്ചാൽ സാറ് ദേഷ്യപ്പെടുന്നു? പറയൂ. കുറച്ചു നാളുകളായി സാറിന്റെ മനസ്സിന് എന്തോ ഒന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും അസ്വസ്ഥനായി ഞാൻ സാറിനെ ഇതുവരെ കണ്ടിട്ടില്ല. വരട്ടെ, സമയമാവുമ്പോ പറയാം. ഉപദ്രവിക്കുന്നത് ക്ഷമിക്കണം. It's all right, Mrs. Stephen. ഇരിക്കൂ. Please sit down. മിസ്റ്റർ സ്റ്റീഫൻ എന്താ വല്ലാതിരിക്കുന്നത്? What happened to you? അടുത്ത ട്രെയിനിന് എനിക്ക് ഇവിടം വിടണം. അതിനെന്താ ഇത്ര അസ്വസ്ഥനാകുന്നത്? പണം വല്ലതും വേണമായിരിക്കും. എത്ര വേണം പറയൂ. ദൈവാധീനം കൊണ്ട് ഇന്ന് എനിക്ക് പണത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഓ, നിങ്ങളുടെ കാമുകി നിങ്ങളെ... ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, നിങ്ങൾ തമ്മിലുള്ള വിവാഹ വാഗ്ദാനത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറിക്കാണുമല്ലേ? അവൾക്ക് മാറാൻ കഴിയില്ല. ഈ ബന്ധത്തിന് ഇത്രയേറെ പ്രചോദനവും പ്രോത്സാഹനവും എനിക്ക് തന്നത് അവളാണ്. പണവും പെണ്ണുമാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം. ഇത് രണ്ടും നിങ്ങൾക്ക് പ്രശ്നമല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? എന്റെ അടുത്തൊരു ബന്ധു അയാളുടെ സ്വത്തുക്കളെല്ലാം എന്റെ പേർക്ക് എഴുതി വെച്ചു. അയാൾ ഇപ്പൊ രോഗശയ്യയില്ല. കുറെ ദിവസത്തേക്കെങ്കിലും ഞാൻ അവിടെ പോയി താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യം കൈവരുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ജോലി എനിക്ക് അതിലും വലിയ സമ്പത്താണ്. അവളെ ഏകാന്തതയിൽ വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എങ്കിൽ നിങ്ങൾ അവരെയും കൂടി കൊണ്ടുപോകണം. നാട്ടുകാരെന്തു പറയും? പിന്നെ എന്ത് ചെയ്യാനാണ്? എന്റെ അഭാവത്തിൽ അവൾക്കുണ്ടാകുന്ന ഏകാന്തത നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതാക്കണം. എന്റെ സാന്നിധ്യം കൊണ്ടോ? അതെ, നിങ്ങളോട് മാത്രമേ എനിക്കിങ്ങനെ അപേക്ഷിക്കാൻ കഴിയൂ. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ. നിങ്ങൾ ഒരു മാന്യനാണ്. തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ജെയിംസ് നിങ്ങളെ വിശ്വസിച്ചതുപോലെ. സ്റ്റീഫൻ, എന്റെ പ്രതികാരത്തിന്റെ ദിനങ്ങൾ അടുത്തടുത്ത് വരുന്നു. അന്ന് ആദ്യമായി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊരു പ്രേമബന്ധത്തിലേക്കുള്ള തുടക്കമാണ്. ഐ സീ. ഞാൻ എത്ര വിഡ്ഢിയാണ്. സ്ത്രീകളെ പറ്റിയും അവരുടെ മനസ്സിനെ പറ്റിയും ഞാൻ പഠിച്ചു വരുന്നതേയുള്ളൂ. അതും മിസ്സസ് ജെയിംസിൽ നിന്നും മാത്രം. ഓ, ഇനി എന്നെ മിസ്സസ് ജെയിംസ് എന്ന് വിളിക്കണ്ട, ലോളി എന്ന് വിളിച്ചാൽ മതി. അത് ശരിയാണോ? ആ പാവം സ്റ്റീഫൻ, നിങ്ങൾ അയാളെ തന്നെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അയാൾ എന്നോട് തന്നെ പറയുകയുണ്ടായി, കൂടി വന്നാൽ ഒരു 6 മാസം കൂടി ക്ഷമിക്കേണ്ടി വരുമെന്ന്. നോൺസെൻസ്. സ്റ്റീഫൻ എന്നെ സ്വന്തമാക്കിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനതിന് സമ്മതിക്കാതിരിക്കുന്നതിന് കാരണം വേറൊന്നുണ്ട്. എന്താ കാരണം? ജെയിംസ് ജീവിച്ചിരിക്കുമ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ അടിക്കടി വന്നുകൊണ്ടിരുന്ന ആളാണ് സ്റ്റീഫൻ. അതുകൊണ്ടെന്താ? ഞാൻ സ്റ്റീഫനെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്ന ആൾക്കാർ അപവാദം പറയും. അത്രേ ഉള്ളൂ. അങ്ങനെ ബന്ധമില്ലായിരുന്നു എന്ന് തെളിവ് കൊടുക്കാൻ ഞാനുണ്ടല്ലോ. ഓ, സ്റ്റീഫന്റെ കാര്യം വിടൂ. ഞാനിപ്പോ എന്റെ മനസ്സ് മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴും ഈ കണ്ണാടി ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്തിനാ? അതൊന്നും എടുക്കൂ. വരട്ടെ, സമയമായില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ ഞാൻ ഈ കണ്ണട മാറ്റും. അന്ന് ജോളിക്ക് മറക്കാനാകാത്ത ഒരു ദിവസമായിരിക്കും. ഓ, വി ആർ ഓൾറെഡി ലേറ്റ്. ഇന്ന് നൃത്തം കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ? വരൂ, പോകാം.
Yes, Alexander John here. Hello, Mr. Stephen. ഇന്ന് തന്നെ പുറപ്പെടുന്നു. വെരി ഗുഡ്. ഞാൻ മിസ്സസ് ജെയിംസിനെ അറിയിച്ചേക്കും. എന്ത് അറിയിക്കണ്ടെന്നു? ഓ, അത് ശരി. യു വാണ്ട് ടു ഗിവ് ഹർ എ സർപ്രൈസ്. അപ്പോ സ്റ്റീഫൻ ഒരു കാര്യം ചെയ്യേ, നേരെ ഇങ്ങോട്ട് പോരും. ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യും. ഒരു വലിയ സ്വത്തിന്റെ ഉടമയായിട്ടല്ലേ സ്റ്റീഫൻ ഇങ്ങോട്ട് വരുന്നത്? ഐ വാണ്ട് ടു ഗിവ് എ സർപ്രൈസ്. എ റിയൽ സർപ്രൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ മടിക്കാത്തവനാണ് സ്റ്റീഫൻ. സ്റ്റീഫനെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ നേരിടണമെന്നും ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ജോളി വിഷമിക്കണ്ട. കുറച്ചു നാളത്തേക്ക് കോൺവെന്റിൽ പോയി താമസിക്കുന്നതാണ് നല്ലത്. ബഷീർ, ഇന്ന് വരെ നീ എന്റെ വിശ്വസ്ത സേവകനായിരുന്നു. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സിരകളിൽ ഒരു തുള്ളി രക്തം അവശേഷിക്കുന്നവരെ ആ വിശ്വാസം ഞാൻ നശിപ്പിക്കില്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയില്ല സർ, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. സാറല്ല. ബഷീർ, ഇന്ന് രാത്രി ഞാൻ സ്റ്റീഫന് കൊടുക്കുന്ന പാർട്ടി വെറും ഒരു പാർട്ടിയല്ല. അതിനൊരു ഉദ്ദേശമുണ്ട്. പലതും സംഭവിക്കാം. എന്റെ പെരുമാറ്റത്തിൽ നിനക്ക് ആശ്ചര്യം തോന്നാം, പക്ഷേ നീ പരിഭ്രമിക്കരുത്. പിന്നെ ഒരു കാര്യം, സ്റ്റീഫന്റെ ഓരോ ചലനവും സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. സ്റ്റീഫന്റെ കസേരയ്ക്ക് പിന്നിൽ അയാളുടെ നിഴൽ പോലെ നീ ഉണ്ടായിരിക്കണം. സ്റ്റീഫന്റെ ഗ്ലാസ് ഒഴിയും തോറും നീ അത് നിറച്ചുകൊണ്ടേയിരിക്കണം. Now, gentlemen, for the health of our honored guest, Mrs. Stephen. Cheers. Cheers. I am very happy today. മുമ്പ് എനിക്ക് ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിസ്റ്റർ ജെയിംസ്. ആ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മനസ്സിലായില്ല. ഞാൻ തന്നെയാണ് ആ സ്നേഹിതൻ. അല്പം രൂപവ്യത്യാസം ഉണ്ടെന്ന് മാത്രം. Sometimes you are really humorous.
ജെയിംസ് ജീവിച്ചിരുന്നെങ്കിൽ സ്റ്റീഫനോട് എങ്ങനെ പെരുമാറുമായിരുന്നു അതുപോലെ ഞാൻ പെരുമാറാൻ പോരെ. മിസ്റ്റർ സ്റ്റീഫൻ ഭാഗ്യവാനാണ്. സ്റ്റീഫൻ നീണാൾ വാഴട്ടെ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങളെ ഒരു സർപ്രൈസ് ന്യൂസ് അറിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹാപ്പി ന്യൂസ്. അത് കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. യെസ്, പറയണു സാർ, കേൾക്കട്ടെ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു. യു ആർ ജോക്കിംഗ് സാർ. ഇന്ന് ഏപ്രിൽ ഫസ്റ്റ് അല്ല ഞങ്ങളെ ഫൂളാക്കാൻ. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങളെ ഫൂളാക്കാൻ വേണ്ടി എനിക്ക് ഏപ്രിൽ ഫസ്റ്റ് വേണമെന്നുണ്ടോ? ആരാണ് സാർ അത്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങോട്ട് പറയണോ? പറയാം. പറയണം സാർ. ആരാണ്? എന്തിന് ധൃതി പിടിക്കുന്നു? പറയാമെന്ന് പറഞ്ഞില്ലേ. എന്റെ ഭാവി ഭാര്യ മിസ്സിസ് ജോളി ജെയിംസ്, വൈഫ് ഓഫ് ലേറ്റ് മിസ്റ്റർ ജെയിംസ്. എന്താണ്? ജോളി എന്റെ കാമുകിയ. അത്രേ ഉള്ളൂ, ഭാര്യയല്ലല്ലോ. ഞാൻ തട്ടിയെടുത്തു എന്ന് പറയാൻ. രോഹി, നീ എന്നെ ചതിക്കരുത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. പോകട്ടെ, മദ്യത്തിന്റെ ലഹരി ഉണ്ടായിരിക്കാം. അയാൾക്ക് മാപ്പ് കൊടുത്തേക്കൂ. നോക്കൂ, അദ്ദേഹത്തിന് മഹാമനസ്കത. ദ്രോഹി, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കണമല്ലേ? ഇതോടെ മാപ്പ്. ഇതിന് ഞാൻ പകരം ചോദിക്കും. ബഷീർ, എവിടെ വിളികളെ? ആര്? നിന്റെ കൊച്ചമ്മ ഇന്നവിടെ അവസാനമാണ്. ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് എനിക്ക് അറിയാനും വയ്യ. സ്റ്റീഫൻ സാറിനല്ലേ അവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാവൂ. നീ പറയില്ല അല്ലേ? പറഞ്ഞില്ലേ? അയ്യോ 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 അയ്യോ, എന്നെ മേലെ നോക്കരുത്. അയ്യോ അയ്യോ, എന്നെ തള്ളി കൊല്ലരുത്. അയ്യോ, ഞാൻ അടികൊണ്ട് അവശനായി കിടക്കുന്ന പാപ്പച്ചനെ അതേപോലെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോരേണ്ടി വന്നു സാർ. സാരമില്ല, അത് നിന്റെ കുറ്റമല്ലല്ലോ. സ്റ്റീഫനെ പിന്തുടരാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. കർത്താവേ കർത്താവേ കർത്താവേ. പാപ്പച്ചൻ, എന്താ ഇത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ആ ദ്രോഹി സ്റ്റീഫൻ ഇന്നലെ ഇവിടെ കയറി വന്ന് ചാളിക്കുഞ്ഞിനോടുള്ള വിരോധം എന്നോടാ തീർത്തത്. അവൻ അവന്റെ അവസാനത്തെ കണക്കുകൾ തീർക്കുകയാണ്. വരൂ, ഞാൻ നിങ്ങളെ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അങ്ങാരാണ് എന്റെ ജെയിംസ് മോൻ അല്പായുസായിട്ട് ചത്തില്ലായിരുന്നെങ്കിൽ വയസ്സുകാലത്ത് സാറിനെ പോലിരുന്നേനെ. ഞാൻ പാപ്പച്ചന്റെ ജെയിംസ് മോനാണെന്ന് തന്നെ കരുതിക്കൊള്ളൂ. വരൂ. അന്ന് ചെയ്ത ഉപകാരങ്ങൾ ഓർമ്മിക്കാതെ പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞപ്പോ ആ മഹാഭാവി ജീവനോടെ അടക്കം ചെയ്തു പറഞ്ഞത്. എന്നെ അടക്കാൻ അവൻ ധൃതി കാണിച്ചു. പക്ഷേ അത് പെട്ടിപ്പൊളിച്ച് പുറത്തിറങ്ങാൻ എന്നെ സഹായിച്ചു എന്ന് മാത്രമല്ല, അവന്റെ വിശ്വാസവഞ്ചന നേരിട്ട് കാണാനും എനിക്ക് സാധിച്ചു. ചൂതുകളിക്കാരന് മോക്ക് പണത്തിനോട് ദുരാഗ്രഹമാണ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവളെ ജീവനെ പോലെ സ്നേഹിച്ച എന്റെ ജെയിംസ് മോനോട് ഈ വഞ്ചന കാണിച്ചു കളഞ്ഞല്ലോ. ആ രണ്ടുപേരെ അപ്പൊ കൊന്നുകളയാത്തെന്ത്? അതെനിക്ക് നിഷ്പ്രയാസം സാധിക്കാമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മുന്നോട്ടാഞ്ഞതുമാണ്. പക്ഷേ എന്റെ സ്വീറ്റി പപ്പ എന്ന് നിലവിളിച്ചു. അവൾ അനാഥയായി പോകുമല്ലോ എന്ന് ഞാൻ കരുതി. മാത്രവുമല്ല, അവരെ ഞാനപ്പോ കൊന്നിരുന്നെങ്കിൽ അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കാതെ മരിക്കുമായിരുന്നു. അത് അവർക്കൊരിക്കലും ഒരു ശിക്ഷയാകുമായിരുന്നില്ല. സ്നേഹിതനായും ഭാര്യയായും അവരെന്റെ മുമ്പിൽ അഭിനയിച്ചു. അഭിനയം കൊണ്ട് തന്നെ അവരോട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ അലക്സാണ്ടർ ജോൺ ആയത്. ഈ നാടകത്തിന്റെ തിരശ്ശീല വീഴാൻ
ഇനി അധിക സമയമില്ല. ജെയിംസിനെ വിദ്യയാക്കി നീ എന്നെ സ്നേഹിച്ചു. ഇപ്പൊ എന്നെ വിദ്യയാക്കി അലക്സാണ്ടർ സ്വീകരിക്കാമെന്ന് കരുതിയല്ലേ? ഇല്ല സ്റ്റീഫൻ, ഞാൻ പറയുന്ന കേൾക്കൂ. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ ജെയിംസ് അല്ല. ഒരു ദ്രോഹിയും ഞാൻ വെറുതെ വിടില്ല. ജെയിംസ്, ജെയിംസ്, നിങ്ങൾ മരിച്ചില്ലേ? ഞാൻ ജീവിച്ചിരുന്നപ്പോഴും നിങ്ങൾ എന്റെ ജീവന് വില കൽപ്പിച്ചില്ല. സ്റ്റീഫൻ, എന്നോടുള്ള കടപ്പാട് എങ്ങനെ നിറവേറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്നോട് ചെയ്തതിനെല്ലാം ഏത് വിധത്തിൽ വേണമെങ്കിലും എനിക്ക് പ്രതികാരം ചെയ്യാം. നിന്നെ ഞാൻ കൊല്ലൂല. നിനക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു.